ദീപക് ഗോപി പ്രസൻസിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിച്ചു വരുന്ന കിലെ IAS അക്കാഡമിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. ഈ ഒരു സിവിൽ സർവീസ് അക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ സിവിൽ സർവീസിന് പരിശീലനം നേടാവുന്ന സ്ഥാപനങ്ങളിലൊന്നുകൂടിയാണ് ഇത്. മികച്ച ക്വാളിറ്റിയിലും ചുരുങ്ങിയ ചിലവിലും സിവിൽ സർവീസ് പരിശീലനം നൽകി വരുന്ന കിലെ സിവിൽ സർവീസ് അക്കാഡമിയെക്കുറിച്ച് നമുക്കിനി മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആദിത്യ ജി മോഹൻ. ഞാൻ കിലെ IAS അക്കാഡമിയുടെ കോഴ്സ് കോർഡിനേറ്ററാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു ഓട്ടോണമസ് വിങ് ആണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ കിലെ. കിലെയുടെ അക്കാഡമിക് ഡിവിഷനാണ് കിലെ IAS അക്കാഡമി. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡബിളായ രീതിയിൽ പ്രീമിയം കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തൊഴിൽ വകുപ്പ് കിലെ IAS അക്കാഡമി സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കോഴ്സസ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ടൊന്ന് പറയാം. നമ്മൾക്ക് 4 ബാച്ചസ് ആണ് ഇവിടെ നിങ്ങൾക്കായി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് റെഗുലർ ബാച്ചാണ്. അത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വർഷം ഇൻറ്റൻസ് ആയിട്ട് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ ഈ 3 ഘട്ടങ്ങളിലും ഒരു വർഷം നീണ്ട ഒരു പ്രിപ്പറേഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഗുലർ ബാച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമതായി നമുക്കുള്ളത് ഒരു ഫൗണ്ടേഷൻ ബാച്ചാണ്. ഇത് ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷൻ ബാച്ചിൽ സ്കൂൾ തലം മുതൽ ഡിഗ്രി തലം വരെ സിവിൽ സർവീസ് പ്രിപ്പറേഷന് താല്പര്യപ്പെടുന്ന കുട്ടികൾക്കായിട്ടാണ് ഈ ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മൂന്നാമതായി നമുക്കുള്ളത് ഒരു മെയിൻസ് ഓൺലി ബാച്ചാണ്. പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുള്ള നമ്മുടെ ആസ്പിറൻസിന് വേണ്ടി ഒരു 3 മാസ കാലയളവിൽ എങ്ങനെ ഇൻറ്റൻസ് ആയിട്ട് അവരെ മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. നാലാമതായി നമുക്കുള്ളത് ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചാണ്. ഇങ്ങനെ 4 ബാച്ചുകളാണ് നമ്മുടെ അക്കാഡമി നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഫിക്കൽട്ടി ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ പരീക്ഷകളിലൊന്നാണ് ഇന്ത്യയുടെ സിവിൽ സർവീസ് എക്സാം. ഇത്രയും കടുകട്ടി നിറഞ്ഞ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ചേരുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ സജ്ജരാക്കുന്നത് എങ്ങനെയാണ്? ഒരു വർഷം നീളുന്ന ഒരു കോഴ്സ് ഡ്യൂറേഷനാണ് നമ്മൾ കുട്ടികൾക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർഷത്തെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 7 മാസം കൊണ്ട് തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. പ്രിലിംസിനും മെയിൻസിനും ഇൻ്റർവ്യൂവിനും ഓറിയൻറ്റഡ് ആയിട്ടുള്ള മുഴുവൻ സിലബസും നമ്മൾ 7 മാസത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കുട്ടികളെ എക്യുപ്പ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അക്കാഡമിയിൽ എല്ലാ ദിവസവും കുട്ടികളെ കൊണ്ട് ആൻസേഴ്സ് എഴുതിപ്പിക്കുന്നുണ്ട്. മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഡെയിലി ആൻസർ റൈറ്റിംഗ് സെഷൻസ്. ഇനി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ ഓരോ ആഴ്ചയും നമ്മുടെ കുട്ടികൾക്ക് വീക്ക്ലി ടെസ്റ്റുകൾ, അതായത് ആ ഒരു ആഴ്ച നമ്മൾ ഫിനിഷ് ചെയ്ത സിലബസ് അനുസരിച്ചിട്ടുള്ള വീക്ക്ലി ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. അതോടൊപ്പം എല്ലാ ദിവസവും ആൻസേഴ്സും എഴുതിപ്പിക്കുന്നുണ്ട്. ഇനി എല്ലാ മാസ അവസാനവും നമ്മൾ ഈ ഒരു മാസം ഫുൾ കംപ്ലീറ്റ് ചെയ്ത സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികൾക്കൊരു ഫുൾ പ്രിലിംസ് ടെസ്റ്റ്, അതായത് 100 ചോദ്യങ്ങളുള്ള ഒരു പ്രിലിംസ് ടെസ്റ്റ് നമ്മൾ കുട്ടികൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ഫുൾ മെയിൻസ് ടെസ്റ്റും നമ്മൾ കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്നും ഒരു എക്സാം എൻവയോൺമെൻറ്റിനകത്തിരുന്നു കൊണ്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അഡ്രസ്സ് ചെയ്യണമെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾ ഒരു മെൻറ്ററിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ അക്കാഡമി കുട്ടികൾക്കായി ഇൻറ്റൻസീവ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് സെഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ എഴുതിയ 100 ചോദ്യങ്ങളുടെ OMR ഷീറ്റും അതേപോലെ ഒരു ഫുൾ മെയിൻസ് ആൻസർ ഷീറ്റുമായിട്ട് നമ്മുടെ കുട്ടികൾ മെൻറ്ററിനെ അപ്രോച്ച് ചെയ്യുകയും മെൻറ്റർ ആ കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 7 മാസത്തെ ഈ കോഴ്സ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ 7 മാസത്തെ സിലബസ് കംപ്ലീഷന് ശേഷം പിന്നെ പ്രിലിംസിന് എത്ര സമയം ബാക്കിയുണ്ടോ ആ അത്രയും സമയവും നമ്മൾ കുട്ടികളെ കൊണ്ട് എല്ലാ ആഴ്ചയും ടെസ്റ്റ് സീരീസുകൾ എഴുതിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഈ 2 കാര്യങ്ങളെ എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള സെഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കുട്ടികൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആയിക്കോട്ടെ, ഡിബേറ്റുകളായിക്കോട്ടെ, ഇവയൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് അവർക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജസ് മുതൽ തന്നെ അത് മറികടക്കാനായിട്ട് കൂടി സാധിക്കും. സാധാരണ സിവിൽ സർവീസ് അക്കാഡമികളിലൊന്നും കാണാത്ത മെൻറ്റർഷിപ്പ് സപ്പോർട്ട് എന്നൊരു
പ്രോസസ്സ് ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മെൻറ്റർഷിപ്പ് സെഷൻസിൽ ഞാൻ ആദ്യം പറഞ്ഞ കോഴ്സ് ഡിസൈനിൽ വരുന്ന നമ്മുടെ ടെസ്റ്റ് സീരീസുകൾ, അതായത് എല്ലാ ആഴ്ചയും നമ്മുടെ കുട്ടികൾ ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്, എല്ലാ മാസവും നമ്മുടെ കുട്ടികൾ ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. എല്ലാ മാസവും എഴുതുന്ന ഈ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ OMR ഷീറ്റും അതുപോലെ മെയിൻസിൻ്റെ ഫുൾ ആൻസർ പേപ്പറുമായിട്ട് ഈ കുട്ടി ഒരു മെൻറ്ററിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ചോദ്യം ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് തെറ്റിയതെന്നും എന്ത് തോട്ട് പ്രോസസ്സാണ് ആ കുട്ടിയെ ആ ചോദ്യം തെറ്റിക്കാൻ കാരണമായിട്ടുള്ളത് എന്നും ആ മെൻറ്റർ അനലൈസ് ചെയ്യുകയും ഇനി ഒരു തവണ കൂടി അതേ മിസ്റ്റേക്ക് ആ കുട്ടി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം മെൻറ്റർഷിപ്പ് സെഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. അതുകൂടാതെ എത്ര ചോദ്യങ്ങളാണ് ഒരു മുഴുവൻ 100 ചോദ്യം ഉള്ള ഒരു ചോദ്യ പേപ്പറിൽ എത്ര ചോദ്യങ്ങൾ ആ കുട്ടി അറ്റൻഡ് ചെയ്താൽ ആ കുട്ടിക്ക് കട്ട് ഓഫ് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആ കുട്ടി കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ തെറ്റുന്നുണ്ടോ, എത്ര ചോദ്യം ചെയ്താലാണ് കട്ട് ഓഫ് ക്രോസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു മാർക്ക് ആ കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ കുട്ടിയെ തീർച്ചയായും അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മെൻറ്റർക്ക് സാധിക്കും. ഇത് റിയലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മെൻറ്റർഷിപ്പ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമതായി മെയിൻസിലേക്ക് വരുമ്പോൾ ഒരു ആൻസർ റൈറ്റിംഗ്, ഒരു 150 വേർഡ്സ് 150 വേർഡ്സിൻ്റെ ഒരു 10 മാർക്ക് ചോദ്യമോ അല്ലെങ്കിൽ 250 വേർഡ്സിൻ്റെ ഒരു 15 മാർക്ക് ചോദ്യമോ ഒരു ആസ്പിറൻ്റ് എഴുതുന്ന സമയത്ത് വളരെ നോർമലായി എഴുതിപ്പോയാൽ അത് ഇവാലുവേറ്ററെ അപ്പീൽ ചെയ്യിക്കുന്നതിനകത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് ആസ്പിറൻ്റ് ഫേസ് ചെയ്യും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ എങ്ങനെ കുറച്ചും കൂടി ഒന്ന് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ആൻസർ ഫ്രെയിം ചെയ്യാം, ആൻസറിൽ എങ്ങനെയൊക്കെ ഡൈമെൻഷൻസ് കൊണ്ടുവരാം, എങ്ങനെ ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാം, ആൻസർ റൈറ്റിങ്ങിൽ ഒരു ഫൈൻ ട്യൂണിങ് എങ്ങനെ കൊണ്ടുവരാം തുടങ്ങിയ കാര്യങ്ങളാണ് മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് സെഷനിൽ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് മെൻറ്റർഷിപ്പ് സെഷൻസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സിവിൽ സർവീസ് അക്കാഡമിയിൽ ചേരുന്നതിന് മുൻപ് പ്രധാനമായും 3 കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ചിന്തിക്കേണ്ടത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെത്തഡോളജി ഓഫ് ടീച്ചിങ്. ഇപ്പോൾ ഇവിടുത്തെ മെത്തഡോളജി ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നിങ്ങൾ അവിടെ അന്വേഷിക്കേണ്ടത് അവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചും പിന്നെ അന്വേഷിക്കേണ്ടത് അവിടുത്തെ ലൈബ്രറിയെ കുറിച്ചുമാണ്. ഇനി ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചും ഇവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസിനെ കുറിച്ചും വളരെ വിശദമായി തന്നെ ഒന്ന് പറഞ്ഞു തരാമോ? കിലെ IAS അക്കാഡമിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഫാക്കൽറ്റി പൂൾ തന്നെയാണ്. നമ്മളുടെ ഫാക്കൽറ്റീസിനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസും അതോടൊപ്പം തന്നെ UPSC മെയിൻസ് പലതവണ എഴുതി എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസുമാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പോൾ നമ്മുടെ പൊളിറ്റി ഫാക്കൽറ്റി എന്ന് പറയുന്നത് ശ്യാമപ്രസാദ് സാറാണ്, നമ്മുടെ എൻവയോൺമെൻറ്റ് ഫാക്കൽറ്റി എന്ന് പറയുന്നത് മുരുകൻ സാറാണ്, നമ്മുടെ ജോഗ്രഫി ഫാക്കൽറ്റി എന്ന് പറയുന്നത് അഞ്ജലി മാമാണ്, ഞാനാണ് ഇവിടുത്തെ എക്കണോമിക്സ് ഫാക്കൽറ്റി, അതേപോലെ നമ്മുടെ എത്തിക്സ് ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഒറസ്റ്റസ് സാറാണ്. ഇത്തരത്തിൽ വളരെ അധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്കൽറ്റി പൂളാണ് ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫാക്കൽറ്റീസിനൊക്കെ ഒരു പ്രത്യേകത ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നതിനോടൊപ്പം തന്നെ ഇവരൊക്കെ വളരെ അപ്രോച്ചബിൾ ആണ് എന്നുള്ളതുമാണ്. അതായത് വളരെ നിസ്സാരമായ ഒരു സംശയമാണെങ്കിൽ കൂടിയും ധൈര്യമായിട്ട് കുട്ടികൾക്ക് ആ സംശയങ്ങൾ ചോദിക്കാനും ആ കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള അസിസ്റ്റൻസ് അവരവരുടെ സബ്ജക്ട്സുമായി ബന്ധപ്പെട്ട് കൊടുക്കാനും ഒക്കെ പ്രാപ്തരായിട്ടുള്ള അപ്രോച്ചബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെയാണ് നമ്മൾ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ലൈബ്രറി ഫെസിലിറ്റി പറ്റി പറയുകയാണെങ്കിൽ എല്ലാ സ്റ്റാൻഡേർഡ് ബുക്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലൈബ്രറി സംവിധാനമാണ് കിലെ IAS അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. റീഡിംഗ് റൂം ഉൾപ്പെടുന്ന ഒരു ലൈബ്രറി സംവിധാനമാണ് ഇവിടെ നമുക്കുള്ളത്. അതായത് എല്ലാ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളും 5-6 കോപ്പികൾ നമ്മളുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഒരു പക്ഷേ ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്കൊക്കെ ഇരുന്ന് വായിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മണിക്കൂറുകളോളം ഇത്തരത്തിൽ ഇരുന്ന് വായിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരു ലൈബ്രറി സംവിധാനം അല്ലെങ്കിൽ ഒരു റീഡിംഗ് റൂം സംവിധാനം എന്ന് പറയുന്നതാണ് UPSC പ്രിപ്പറേഷനിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്, ഒരു അക്കാഡമി ഏറ്റവും അധികം പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ ഇരുന്ന് വായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രചോദനം നൽകുന്ന തരത്തിലുള്ള ഒരു ലൈബ്രറി സംവിധാനമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ഫ്രീ വൈഫൈ ഫെസിലിറ്റിയും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് ടൈമിംഗ് കഴിഞ്ഞാലും അവർക്ക് ലൈബ്രറിയിൽ ഇരുന്ന് അന്നന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ റെഫർ ചെയ്യാനോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അക്കാഡമിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഹലോ, എൻ്റെ പേര് ഫർഹാന. ഞാൻ UPSC 2026 ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നോർമൽ UPSC ആസ്പിറൻ്റ് ആയിരുന്നു. എന്നിരുന്നാലും അവിടെ നിന്ന് എന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ടോപ്പ് 5% ഓഫ് ദ കോമ്പറ്റീഷൻ ഇന്ത്യയിൽ തന്നെ ഉള്ള രീതിയിലേക്ക് എന്നെ എത്തിച്ചത് കിലെ IAS അക്കാഡമിയും അവിടുത്തെ എൻവയോൺമെൻറ്റുമാണ്. ലൈബ്രറി ഫെസിലിറ്റി ആണെങ്കിലും ഇവിടുത്തെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആണെങ്കിൽ പോലും ഒരു കോമൺ ബേസിക് സ്ട്രക്ചറിനെക്കാട്ടി കൂടുതലും നമുക്ക്
അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഹെൽപ്പാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഹെൽപ്പ് മീ ത്രൂ ഔട്ട് മൈ ജേർണി ഫോർ മൈ പ്രിപ്പറേഷൻ. എൻ്റെ പേര് അശ്വിനി. ഞാൻ കിലെ IAS അക്കാഡമിയിലെ 2025-2026 സ്റ്റുഡൻ്റാണ്. എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയാണ്. വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്ക്ലി മന്ത്ലി ആയിട്ട് കൃത്യമായിട്ട് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു മെൻറ്റർഷിപ്പ് എന്നതിലുപരി നമ്മുടെ UPSC പ്രിപ്പറേഷൻ ഒരു കമ്പാനിയൻ എന്ന നിലയിലാണ് ഇവിടുത്തെ മെൻറ്റേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. ഹായ്, ഞാൻ അശ്വതി. ഞാൻ കിലെ IAS 2025-26 സ്റ്റുഡൻ്റാണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ദ മോസ്റ്റ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫോർ എവറി സബ്ജക്റ്റ്, എൻവിറോൺമെൻറ്റ്, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, ഏതൊരു സബ്ജക്റ്റ് എടുത്താലും ആ ഫാക്കൽറ്റീസ് തരുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരുന്നു. ഫോർ പേഴ്സണലി എല്ലാ ഫാക്കൽറ്റീസും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടിരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയാണ്. ഈ ഒരു അക്കാഡമിയുടെ പ്രവേശന രീതി എങ്ങനെയാണ്? നമ്മുടെ അക്കാഡമിയിൽ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അഡ്മിഷൻസ് ഓപ്പൺ ആവുന്ന സമയം മുതൽ തന്നെ kile.kerala.gov.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഈ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ അക്കാഡമിയിൽ നിന്നും നിങ്ങളെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. കോഴ്സ് കാലാവധിയെക്കുറിച്ചും ക്ലാസ് ടൈമിങ്സിനെ കുറിച്ചും ഇനി ഒന്ന് പറയാമോ? നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 1 ഇയർ ആണ്. അതിൽ ആദ്യത്തെ 7 മാസം കൊണ്ട് തന്നെ നമ്മൾ സിലബസ് മുഴുവൻ ഫിനിഷ് ചെയ്യുകയും പിന്നെ പ്രിലിംസ് വരെയുള്ള മാസങ്ങളിൽ നമ്മൾ പ്രോപ്പറായി ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് ഫോളോ ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ 2 മണിക്കൂർ വീതമുള്ള 3 സെഷൻസ് എന്ന തരത്തിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യം അറ്റൻഡൻസ്. കുട്ടികൾ കൃത്യമായി ക്ലാസ്സിൽ വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ കുട്ടികളുടെ അറ്റൻഡൻസിനെ സംബന്ധിച്ചും ഓരോ എക്സാം കഴിഞ്ഞിട്ടുള്ള അവരുടെ റിപ്പോർട്ട് കാർഡുകളെ സംബന്ധിച്ചും പാരൻസിനെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയും നമ്മുടെ അക്കാഡമി ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാം ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥികൾ കാണുന്നുണ്ടാവും, സിവിൽ സർവീസ് ആസ്പിറൻസ് കാണുന്നുണ്ടാവും. പലരും തിരുവനന്തപുരത്ത് നിന്ന് വളരെ ദൂരത്തിലുള്ളവരുമായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് വളരെ ദൂരത്തിലുള്ളവർക്ക് ഇവിടെ വന്ന് ചേർന്നാൽ അവർക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടാവുമോ? തിരുവനന്തപുരം ഒരു സിവിൽ സർവീസ് ഹബ്ബാണ് എന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കാഡമിക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ഒരുപാട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം കുട്ടികളെല്ലാവരും തന്നെ ഇത്തരത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പല ഹോസ്റ്റലുകളായി താമസിച്ചിട്ട് തന്നെയാണ് നമ്മുടെ അക്കാഡമിയിലേക്ക് ക്ലാസ്സസിന് വരുന്നത്. അതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കിലെ IAS അക്കാഡമിയാണ് കേരളത്തിലെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ സിവിൽ സർവീസിന് പരിശീലനം നേടാവുന്ന സ്ഥാപനങ്ങളിലൊന്ന് എന്ന്. ഇനി ഞാൻ പ്രേക്ഷകരുമൊക്കെ അറിയാൻ ആഗ്രഹിക്കുക ഇവിടുത്തെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അർഹരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഫീസ് ആനുകൂല്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. നമ്മുടെ അക്കാഡമിയിലെ ഫീസ് സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിയിലെ ഫീസ് സ്ട്രക്ചറിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ മക്കൾക്കോ ആശ്രിതർക്കോ 25,000 രൂപ മാത്രമാണ് കോഴ്സ് ഫീസായിട്ട് വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു എന്നാൽ ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള ആൾക്കാരുടെ മക്കൾക്കോ ആശ്രിതർക്കോ ആണെങ്കിൽ 30,000 രൂപ മാത്രമാണ് കോഴ്സ് ഫീസായിട്ട് വരുന്നത്. ഇനി 1ഉം 2ഉം കാറ്റഗറിയിൽ പെടാത്ത സാധാരണക്കാരായിട്ടുള്ള മറ്റ് ആളുകൾക്ക്, അതായത് ജനറൽ ആളുകൾക്ക് 50,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഒരേ തരത്തിലുള്ള കോച്ചിങ് സംവിധാനം തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർ ആര് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടാലും 2,000 രൂപ കോഷൻ ഡിപ്പോസിറ്റ് അടച്ചുകൊണ്ട് അവർക്ക് നമ്മുടെ അക്കാഡമിയിൽ സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. ഈ ഒരു അക്കാഡമിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ അക്കാഡമിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നഗരത്തിൽ വഞ്ചിയൂരിനടുത്ത് ഉപ്പിടാമൂട് പാലത്തിന് സമീപത്തായിട്ടാണ്. നമ്മുടെ അക്കാഡമിയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് അവരുടെ സീറ്റ്സ് ഉറപ്പിക്കുക. താങ്ക് യു.